ഹായ് നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയാൽ സന്തോഷം. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തേതും ഇന്ത്യയിലെ മൂന്നാമത്തേതുമായ ആപ്പിൾ സ്റ്റോർ ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 2 മുതൽ ഹെബ്ബാളിനടുത്തുള്ള ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ആപ്പിൾ സ്റ്റോർ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും അപ്പോൾ മുതൽ പോകണമെന്ന് ആഗ്രഹമായിരുന്നു. പക്ഷേ എന്തായാലും 17 സീരീസിൻ്റെ ലോഞ്ച് ആകട്ടെ, അത് കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ആപ്പിളിൻ്റെ ഫസ്റ്റ് സെയിൽ ഇത് സ്റ്റാർട്ട് ചെയ്തത് 19th സെപ്റ്റംബറിലാണ്. അന്ന് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 20th, അതായത് ഇന്നലെയാണ് ഞാൻ ആപ്പിൾ സ്റ്റോറിലേക്ക് സന്ദർശനം നടത്തിയത്. ഫീനിക്സ് മാൾ എന്ന് പറയുന്നത് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ വൺ ഓഫ് ദ ലക്ഷറിയസ്റ്റ് മാൾ എന്ന് പറയാൻ പറ്റും. കാരണം ഏറ്റവും ടോപ്പ് ബ്രാൻഡുകളുടെ ഒരു സമുച്ചയമായിട്ടാണ് എനിക്ക് ഈ ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യ ഫീൽ ചെയ്തത്. ഏറ്റവും വൈബുള്ള മാൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറമംഗലയിലെ ഓഫ് കോഴ്സ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഫോറം മാൾ തന്നെയാണ്. ഇപ്പോൾ അത് നെക്സസ് മാൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും നമുക്ക് പോകാം ആപ്പിളിൻ്റെ മനോഹരമായ ആ ലോകത്തേക്ക്. ഏതാണ്ടൊരു 40 മിനിറ്റോളം എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് കയറാൻ തന്നെ. ഒരു വാം വെൽക്കം തന്നെയാണ് നമുക്കവിടെ ആപ്പിൾ സ്റ്റോറിൻ്റെ ആ ഒരു അവിടെ സ്റ്റാഫ് നമുക്ക് പ്രദാനം ചെയ്തത്. മനോഹരമായി തന്നെ അവർ ഈ പറയുന്ന ആപ്പിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡെസ്കുകൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആപ്പിളിൻ്റെ അവഗണിക്കപ്പെടേണ്ടുന്ന മോഡലായ 16E അവഗണിച്ചുകൊണ്ട് 16 സീരീസിൻ്റെ ഡെസ്കിലേക്ക് എത്തി. എന്തായാലും മനോഹരമായ നമ്മുടെ ആപ്പിൾ എന്ന ഒരു വികാരത്തെ കൂടുതൽ ഓരോ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ ഒരു മികച്ച ഒരു സീരീസ് തന്നെയായിരുന്നു 16 സീരീസ്. നമുക്ക് പക്ഷേ 16E ഒന്നും അല്ല പോകേണ്ടത്, 17ലേക്കാണ്. അങ്ങനെ ആപ്പിൾ 17ൻ്റെ ലോകത്തേക്ക് നമുക്ക് യാത്രയാകാം. ഇത് ആപ്പിളിൻ്റെ 17 ബേസ് വേരിയൻ്റാണ്. 256 GB ബേസ് വേരിയൻറ്റിൽ തന്നെ ഇപ്രാവശ്യം ആപ്പിൾ ഒരുക്കിയിരിക്കുന്നത്. 128 GB എന്നുള്ള വേരിയൻറ്റ് ഇപ്രാവശ്യം മുതലില്ല. ഏതാണ്ട് 82,500 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ആപ്പിൾ സ്റ്റോറിൽ എനിക്ക് ഈ 17 എയർ, 17 പ്രോ, 17 പ്രോ മാക്സ് ഇതിനെല്ലാം കമ്പയർ ചെയ്തപ്പോൾ ഒരു പ്രീമിയം ലുക്ക്, അല്ലെങ്കിൽ തന്നെ എനിക്കൊരു ലുക്ക് വൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് 17 തന്നെയാണ്. ബേസ് മോഡൽ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ക്യാമറയിൽ നമ്മൾ 16ൽ കണ്ട അതേ രീതിയിലുള്ള ഫങ്ഷൻസും ഏതാണ്ട് ക്ലാരിറ്റിയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. എങ്കിലും മികച്ച ഒരു ഔട്ട്പുട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നീട് പ്രധാനമായിട്ടും പറയേണ്ടത് ഇതിൻ്റെ വേരിയൻ്റാണ്, കളർ വേരിയൻ്റ്. മികച്ച കളർ വേരിയൻറ്റുകളും ഇപ്രാവശ്യം 17ലാണ് ഉള്ളത്. നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഏറ്റവും ആ ഒരു ടോണും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ മനോഹരമാണ്. അങ്ങനെ 17ൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു സ്പെഷ്യൽ എഡിഷനായ 17 എയറിലേക്കാണ് നോക്കുന്നത്. ഏതാണ്ട് 4 കളറുകളാണ്. സ്കൈ ബ്ലൂ, ലൈറ്റ് ഗോൾഡ്, വൈറ്റ്, സ്പേസ് ബ്ലാക്ക് എന്നുള്ള 4 കളറുകളിൽ ഒരൊറ്റ ക്യാമറ മാത്രമാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 256 GB ബേസ് വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,19,990 രൂപയാണ്. ഇതിന് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് വളരെ അൾട്രാ തിൻ ആയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു ഫിനിഷിങ്ങും അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ വളരെയധികം തിന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടാലൊരു ലുക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ഈ പറയുന്ന ഇത്രയും പ്രൈസൊക്കെ അത് വർത്താണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. ടൈറ്റാനിയം ഫ്രെയിമാണ് മറ്റുള്ള എല്ലാ മോഡലിനും. 17 പ്രോ, 17 പ്രോ മാക്സിനെല്ലാം അലൂമിനിയം ബോഡി ആകുമ്പോൾ ഇതിനകത്ത് ടൈറ്റാനിയം ഫ്രെയിമാണ് ഇതിന് വരുന്നുള്ളത്. മാത്രമല്ല A19 പ്രോ ചിപ്പാണ്. പ്രോ മോഡലുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്ന പ്രോ ചിപ്സ് തന്നെയാണ് ഈ 17 എയറിനും ഇപ്രാവശ്യം ആപ്പിൾ പ്രദാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 27 മണിക്കൂർ മാത്രമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നതിനേക്കാൾ ഉപരി ബെറ്റർ പെർഫോമൻസിനും നല്ല ക്വാളിറ്റിക്കുമൊക്കെ വേണ്ടിയാണ് ഈ ഐഫോൺ എപ്പോഴും ഡിസൈനിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തായാലും ഐഫോണിൻ്റെ 17 പ്രോ മാക്സ് മോഡലുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല ഒരു അപ്ഗ്രേഡ് തന്നെ ആണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ഫ്രണ്ട് ക്യാമറ 12 മെഗാ പിക്സലിൽ നിന്നും അത് 18 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡുവൽ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൂടെ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരേ സമയം ഓൺ ചെയ്തുകൊണ്ട് നമുക്ക് വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണിത്.
അതിൻ്റെ സൂമിങ് തന്നെ 8x സൂമിങ് ഉണ്ട്. അത് മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു എന്താ പറയുക, മറ്റുള്ള ഫോണുകളിലൊക്കെ നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിന് എനിക്ക് അത്രയും ഇപ്പം ഏതാണ്ട് ഒരു 5 മിനിറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എങ്കിലും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ വീഡിയോയിൽ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്ക് അത്രത്തോളം ഒരു ഓക്കെയാണ്, ഫോട്ടോയിലും ഓക്കെയാണ്. എന്തായാലും ഇപ്രാവശ്യം ഈ 2 മോഡലുകളും 17 Pro ആൻഡ് 17 Pro Max മോഡലുകൾ 3 കളർ വേരിയൻറ്റുകളിലാണ് നമുക്ക് ലഭ്യമാവുക. ഡീപ് ബ്ലൂ, കോസ്മിക് ഓറഞ്ച് ആൻഡ് സിൽവർ. ഈ 3 വേരിയൻറ്റുകളിലും എനിക്ക് താരതമ്യേന ബെറ്റർ എന്ന് തോന്നിയത് കോസ്മിക് ഓറഞ്ച് തന്നെയാണ്. ബ്ലൂ ഒക്കെ എന്താ പറയുക, ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റൊക്കെ അത്ര ഒരു പ്രീമിയം ലുക്ക് നമുക്ക് തോന്നുന്നില്ല. എന്തായാലും 360യുടെ പേജിൽ അവർ പറഞ്ഞിരിക്കുന്നത്, ദ ന്യൂവസ്റ്റ് iPhone 17 Pro models have a unibody design with a full width camera plate on the back. It is the biggest design change that we have seen on the Pro iPhone models since the introduction of the iPhone 12 series in 2020. പ്രത്യക്ഷമായിട്ട് നമുക്ക് ആ ചേഞ്ചസ് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും അത് ഈ പെർഫോമൻസിന് വേണ്ടി ഉള്ള ഒരു ഡിസൈൻ ചേഞ്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 17 Pro കഴിഞ്ഞിട്ട് Pro Maxലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് ആ പറയുന്ന 3 കളർ വേരിയൻറ്റുകളാണ്, ഡീപ് ബ്ലൂ, കോസ്മിക് ഓറഞ്ച് ആൻഡ് സിൽവർ എന്നുള്ള ഒരു വേരിയൻറ്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. പ്രോയിലും Pro Maxലും ഒക്കെ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് എന്താ പറയുക, എല്ലാത്തിലും ഈ പ്രാവശ്യത്തെ 17 സീരീസിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ നല്ലൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. 18 MP ആ ഒരു ഏറ്റവും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷനിൽ ഫീൽ ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി നമ്മൾ ഈ പ്രോ മോഡലുകളെല്ലാം A19 Pro ചിപ്സ് ആണ് ഏറ്റവും ബെറ്റർ പെർഫോമൻസ് ആണ് തരുന്നതെന്നാണ് അവർ പറയുന്നത്. 17 Pro Maxൽ ഒരു വീഡിയോ എഡിറ്ററെ സംബന്ധിച്ച് ഇപ്പോൾ ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത് Pro Max തന്നെയായിരിക്കും. കാരണം വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് ഒക്കെ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് നമുക്ക് നടക്കുക ഇതിലായിരിക്കുമെന്ന് തോന്നുന്നു. ഒപ്റ്റിക്കൽ സൂമിങ്ങും 0.5 മുതൽ 8x വരെയുള്ള ഒപ്റ്റിക്കൽ സൂമിങ് ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രാവശ്യം. അതുകൊണ്ട് ഡ്യുവൽ ക്യാപ്ചർ ഏറ്റവും മികച്ചൊരു ഫെസിലിറ്റി തന്നെയാണ് ഇപ്രാവശ്യം അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ക്യാമറ ഉപയോഗിച്ചുള്ള ചില സൂമിങ് ടെസ്റ്റുകളും ചില ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾ തന്നെ റിവ്യൂ ചെയ്ത് നോക്കുക. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ മറ്റുള്ള സ്പെക്കുകളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മറ്റു പല ചാനലുകളിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ആപ്പിൾ സ്റ്റോർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഫീല് നമ്മളിവിടെ വന്ന് അനുഭവിക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല ഇവിടെ ഓരോ ദിവസവും പലതരത്തിലുള്ള സെഷൻസ്, സെമിനാർസ് പോലെ പല മേഖലയെക്കുറിച്ചും ക്ലാസ്സുകൾ, മികച്ച രീതിയിലുള്ള ഒരു ട്രെയിനിങ് ക്ലാസ്സുകൾ എന്ന് തന്നെ പറയുന്ന ചില സെഗ്മെൻറ്റുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആപ്പിളിൻ്റെ പ്രാവശ്യം ഇറങ്ങിയിട്ടുള്ളത് സ്മാർട്ട് വാച്ചും എയർപോഡും 17 സീരീസ് ഫോണുകളും ഒക്കെയാണ്. എല്ലാത്തിൻ്റെയും ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇത് ജീനിയസ് ബാർ, അതായത് ഏറ്റവും മികച്ച എന്താ പറയുക ഒരു സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ചും അതിൻ്റെ സർവീസുകളെക്കുറിച്ചുമൊക്കെ ഏറ്റവും മികച്ച ഒരു എന്താ പറയുക ഔട്ട്പുട്ടാണ് നമുക്ക് ജീനിയസ് ബാർ. ഇത് നമുക്ക് ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകളിലൂടെ നിന്നാണ്. മറ്റു പല ആപ്പിൾ പ്രോഡക്റ്റുകളിലേക്കുമുള്ള ഒരു എക്സ്പീരിയൻസ് അത് തന്നെയാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. ആപ്പിളിൻ്റെ ലാപ്ടോപ്പുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിരിക്കുന്ന ഏറ്റവും സ്പീഡിലും ഏറ്റവും കൂടുതൽ മാക്ബുക്ക് പ്രോ പോലെയുള്ള 14 Pro പോലെയുള്ളതൊക്കെ ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന പല അവരുടെ എന്താ പറയുക പ്രോഡക്റ്റുകളും നമുക്ക് ഈ ആപ്പിൾ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി ഓക്കെ ആണെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റിയാണ് ഫസ്റ്റ് ടൈം എവർ എന്ന് ഞാൻ പറയാൻ രീതിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്.
സ്മാർട്ട് വാച്ചുകൾ യൂസ് ചെയ്യാത്ത ഒരു വ്യക്തി എന്നതുകൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. മികച്ച കളക്ഷൻസാണ്, അതിൻ്റെ സ്പെക്കുകളും കാര്യങ്ങളുമൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇപ്രാവശ്യം കൂടുതൽ മികച്ച അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ് ആപ്പിൾ തന്നെ അവരുടെ ലോഞ്ച് ഇവൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടെ വന്ന്. ആപ്പിളിൻ്റെ അത്ഭുത ലോകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമായി. കാരണം 10 മണിയാണ് ക്ലോസിംഗ് ടൈം. അങ്ങനെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ സുഹൃത്ത് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന പർപ്പസിന് വേണ്ടി ആപ്പിളിൻ്റെ 5 പീസുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. 17 Pro Maxൻ്റെ 5 പാക്കുകൾ. അതിൽ പ്രധാനമായിട്ടും ഈ ഫ്രണ്ടിൽ ഫോൺ എംബോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഫീൽ ആവും, ടച്ച് ചെയ്യുമ്പോൾ തന്നെ എംബോസ്ഡ് ഫീൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇത് 17 Pro Maxൻ്റെ 512 GB വേരിയൻ്റാണ്. അങ്ങനെ ആപ്പിൾ സ്റ്റോറിൽ വന്നു കഴിഞ്ഞിട്ട് എന്താ പറയുക, ഒരു 10-12 ദിവസം മുമ്പൊക്കെ ബുക്ക് ചെയ്തവർക്ക് പോലും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്, സോൾഡ് ഔട്ടാണ് കാണിച്ചിരിക്കുന്നത്. അത് അവർ കുറേ നേരം ക്യൂ നിൽക്കുമ്പോഴാണ്, ഈ മെസ്സേജ് വരുന്നവർക്ക് മാത്രമാണ് ഇവിടെ വന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോഴത്തുള്ള അവസ്ഥയിൽ. അങ്ങനെ എന്തായാലും 1, 2, 3 പ്രോ മാക്സുകൾ കയ്യിൽ കിട്ടി, അതിൻ്റെ സന്തോഷം. 5 എണ്ണം ആൾറെഡി കണ്ടു കഴിഞ്ഞു, അതിൻ്റെ സന്തോഷം. അങ്ങനെ എന്തായാലും ഫീനിക്സ് മാളിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ ദിവസം ആപ്പിൾ എക്സ്പീരിയൻസ്, ഇന്നത്തെ ആപ്പിൾ എക്സ്പീരിയൻസ് ഇവിടെ അവസാനിക്കുകയാണ്. പല നാടുകൾ, പല ജനങ്ങൾ, പല സംസ്കാരങ്ങൾ, പല ഭാഷകൾ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നാടായിട്ടാണ് കഴിഞ്ഞ 8 വർഷത്തെ ബാംഗ്ലൂർ ലൈഫിൽ എനിക്ക് അനുഭവപ്പെട്ടത്. എന്തായാലും മനോഹരമായ ഒരു സായാഹ്നം സമ്മാനിച്ച ഈ സിറ്റിക്ക് നന്ദി. തിരികെ യാത്ര. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.